പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞാൽ 18 മനുഷ്യരെ ലോക്കപ്പിൽ ഇടിച്ചു കൊന്ന സർക്കാർ, 46 മനുഷ്യരെ ലോക്കപ്പിൽ ഇടിച്ചിട്ട് പുറത്തേക്ക് വിട്ടപ്പോൾ പുറത്ത് കിടന്ന് മരിച്ചു. അങ്ങനെ 10-80ഓളം മനുഷ്യർ ഇടികൊണ്ട് മരിച്ച ആഭ്യന്തര വകുപ്പിന്റെ സർക്കാർ. തൃശൂർ പൂരം കളിക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ആഭ്യന്തര വകുപ്പിന്റെ സർക്കാർ. എന്തിനാ ഈ അധികം പറയണേ? രാത്രി വനിതാ SMIക്ക് ഈ മെസ്സേജ് അയക്കുന്ന ഒരു മാന്യനെയാണ് ഇപ്പൊ VG വിനോദ് കുമാർ. അയാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ ശബരിമലയിലെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വെച്ചു. അങ്കിത് അശോകൻ തൃശൂർ പൂരം കലയ്ക്കാൻ ബഹുമിടുക്കന അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു, കമ്മീഷണറായിരുന്നു. അയാളെ ശബരിമലയ്ക്ക് വിട്ടു എന്നാ പറയാ. ഈ നമ്മളെ ഇവരുടെയൊക്കെ പേരോർക്കണം. നമ്മൾ മറന്നുപോകും. രാവിലത്തെ പത്രം വായിച്ചാൽ നാളെ മറ്റൊരു പത്രം വരുമ്പോൾ മറന്നുപോകും. അല്പം മുമ്പ് ഒരു ചാനൽ വാർത്ത കണ്ട നമ്മളത് മറന്നുപോകും. ഇന്നിപ്പോ അട്ടപ്പാടിയിലെ മുൻ ഏരിയ സെക്രട്ടറിയെ തട്ടിക്കളയുമെന്നാണ് നിലവിലെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത്. ഇപ്പൊ വൈകിട്ട് ചാനലിൽ പറയാം അതൊരു തമാശയാണ്, അച്ഛനെ പോലെയാണ് കണ്ടത്, തമാശയാണ്. നമ്മുടെ നാട്ടിലെ അച്ഛന്മാരും മക്കളും തമാശ പറയും തട്ടിക്കളയുന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അങ്ങനെ പറയുന്നതെന്ന്, തട്ടിക്കളയുമെന്ന്. അതായത് റിബലായിട്ട് മത്സരിച്ച തട്ടിക്കളയും. കോൺഗ്രസിൽ എത്രയോ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നു, നമ്മൾ തട്ടാൻ നടക്കുകയാണ്. അതൊന്നുമില്ല. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനമാണ്, ആളുകൾക്ക് മത്സരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്. നവീൻ ബാബു എന്ന് പറഞ്ഞ ADM മരിച്ചിട്ട് ഇതുവരെ അന്വേഷിക്കാൻ ആർക്കും പറ്റിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗതികേട്, DA കുടിശ്ശിക എത്ര തവണയാണ് കിടക്കുന്നത്, എത്ര ഘട്ടമായിട്ടുള്ള കുടിശ്ശിക കിടക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നീതിയില്ല, സാധാരണക്കാർക്ക് നീതിയില്ല, ആശാവർക്കർമാർക്ക് നീതിയില്ല, പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതിയില്ല, കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് നീതിയില്ല. വിദ്യാർത്ഥികൾക്ക് നീതി ഉണ്ടായിരുന്നെങ്കിൽ വയനാട്ടിലെ ക്ലാസ് റൂമിനകത്ത് ഒരു 5ാം ക്ലാസ്സുകാരി പാമ്പ് കടിയേറ്റ് മരിക്കൂല. മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം ദേശീയപാതയോർത്ത് ഫ്ലെക്സ് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് 15 കോടി രൂപ ചെലവഴിച്ച ഒരു സർക്കാരിന്റെ കാലത്ത് 500 രൂപയ്ക്ക് സിമന്റും മണലും വാരി തേച്ചിരുന്നെങ്കിൽ ആ ക്ലാസ് റൂമിന്റെ അകത്ത് പൊട്ടലിൽ നിന്ന് പാമ്പ് വന്ന് ആ കുട്ടിയെ കടിക്കില്ലായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തനില്ലേ? കോഴിക്കോട്ടെ ചക്കിട്ടപ്പാറയിലെ ജോസഫ് ഏട്ടന് പെൻഷൻ കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യനും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഉണ്ടാകുമായിരുന്നില്ലേ? അപ്പൊ നമ്മൾ കാണേണ്ടത് ഇതുപോലെ അവഗണിക്കപ്പെട്ട സാധാരണക്കാരെ കുറിച്ചിട്ടാ. ഈ കാലടിയിലാണ് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പനി പിടിച്ചപ്പോ, പനി കൂടിയപ്പോ മരുന്ന് വാങ്ങാൻ പോയ ഒരു അപ്പനെ രാത്രി 10:30 വരെ കാലടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത് എന്തിനാണെന്നറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സൃഷ്ടിക്കുള്ള ആഡംബര വാഹന യാത്ര വരുന്നത്രേ. അതുകൊണ്ട് പിണറായി വിജയന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് 900 പോലീസിന്റെ അകമ്പടിയോടെ 24 കവചിത വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി പിണറായി വിജയൻ ഇത്ര വേഗത്തിൽ പോകണമെന്ന് നമുക്കൊരു തിരക്കുമില്ല. ഇന്നിട്ടിരിക്കുന്ന കറുത്ത ഷർട്ട് അന്ന് ഞാൻ ഇട്ടിരുന്നെങ്കിൽ ജയിലിൽ പോയനെ. 10 ദിവസം ജയിലിൽ പോയതാ കറുത്ത ഷർട്ട് ഇട്ടതിന്റെ പേരിൽ. കറുത്ത മാസ്ക് വെച്ചാൽ, കറുത്ത പാന്റ് ഇട്ടാൽ, കറുത്ത കുട ചൂടിയാൽ, കറുത്ത ബൂട്ടിട്ടാൽ പോലും, പാന്റ് ഇട്ടാൽ പോലും നമ്മൾ ജയിലിൽ പോകും. നാളെ മുഖ്യമന്ത്രി 80 ലക്ഷം രൂപയ്ക്ക് മാസം വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്റർ വെറുതെ കിടക്കാം. ഇടയ്ക്കെങ്ങാനും ഹെലികോപ്റ്ററിൽ പോകണമെന്ന് തോന്നുമ്പോൾ, നമ്മുടെ വീടിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ അടുത്ത അടിവസ്ത്രം കാറ്റിലുലയെന്ന് കണ്ട് മേടിച്ചതിന്റെ പേരിലും ഞാൻ 10 ദിവസം ജയിലിൽ പോകേണ്ടി വന്നേനെ. എത്രയും പെട്ടെന്ന് ഇവരെ പുറത്താക്കണം. അല്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല.